എന്ത് അടിസ്ഥാനത്തിലാണ് UDF കൺവീനറെ ചോദ്യം ചെയ്തത്? അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ ഉണ്ടെന്നോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളതിന്റെ പേരിലാണോ? ഞങ്ങൾക്കൊരു വിരോധമില്ല അടൂർ പ്രകാശൻ ചോദ്യം ചെയ്തു. ഫോട്ടോയുള്ള പിണറായി വിജയനെ കൂടി ചോദ്യം ചെയ്താൽ മതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കളവ് പുറത്തു വരുന്നതിന് മുമ്പ് ഉള്ള ഫോട്ടോ ഉള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാൻ ഒരു വിരോധമില്ല. പിണറായി വിജയന്റെ കൂടെ അദ്ദേഹത്തിന്റെ പണം കൊണ്ട് ചോദ്യം ചെയ്തോട്ടെ. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കവർന്നത് ആണല്ലോ. ഒരു നടപടിയെടുത്തില്ല. ഇവിടെ പയ്യന്നൂരിൽ ധനരാജന്റെ രക്തസാക്ഷി ഫണ്ട് പാർട്ടിയുടെ MLA അടക്കമുള്ള നേതാക്കൾ തട്ടിയെടുത്തു എന്ന ആരോപണം ഉന്നയിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്തു. തട്ടിപ്പ് നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ച ആൾക്കെതിരെ നടപടിയെടുത്തു. തട്ടിപ്പ് നടത്തി ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല. എന്തൊരു പാർട്ടിയാണ്? അത് ഞങ്ങൾ പറഞ്ഞല്ലോ, SITയുടെ മീതെ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണ്. എത്ര പ്രാവശ്യം വേണമെങ്കിലും മൊഴിയെടുത്തോട്ടെ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. 2019 ഈ കളവ് നടന്നത് ആണല്ലോ. അന്ന് പിണറായി വിജയനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. LDF ഭരണമാണ്. അവർ വെച്ച പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആണ് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും. അവരാണ് കളവ് നടത്തിയതിന്റെ പേരിൽ 2 ദേവസ്വം ബോർഡ് മെമ്പർമാർ ജയിലിൽ കിടക്കുകയാണ്. അത് CPMനും CPM വെച്ച നേതാക്കൾക്കും ആണ് അയ്യപ്പന്റെ സ്വർണം കവർന്നതിൽ പങ്ക്. പിന്നെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു. ഫോട്ടോ എടുത്തതിന്റെ പേരിലാണെങ്കിൽ ഇത് ഇയാൾ കള്ളനാണ് എന്ന് പുറത്തു വരുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ്. ഇപ്പൊ മുഖ്യമന്ത്രി നിൽക്കുമോ? അദ്ദേഹം കള്ളനാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നോ? അതുപോലെ തന്നെ ഇയാൾ കള്ളനാണെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ ലോക്സഭാ സീറ്റിൽപ്പെട്ട ഒരാളാണ്, ഒരു വോട്ടറാണ്, അത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എന്നിട്ട് പുകമറ ഉണ്ടാക്കി കുറെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നടത്തിയാൽ CPM പെട്ടിരിക്കുന്ന ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. സ്വർണം കട്ടത് ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അതിനാണ് 3 CPM നേതാക്കൾ ജയിലിൽ കിടക്കുന്നത്. അന്വേഷണം ഒന്നും കൂടി നീണ്ടുപോയാൽ ക്യൂവിൽ നിൽക്കുന്ന കുറെ പേര് കൂടി അകത്തു വരും. അതും CPM നേതാക്കളായി. ഒരു സംശയം വേണം. തട്ടവൻ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പിണറായി വിജയനെ ചോദ്യം ചെയ്യണമെന്നും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്നും പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പങ്കെടുക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, അതുകൂടി കേട്ടോ കമ്മ്യൂണിസ്റ്റുകാര്. മന്ത്രി റിയാസിനെതിരായിട്ട് ഒരു ആരോപണം വന്നു. പൊതുമരാമത്ത് മന്ത്രി ഏതൊരു വ്ളോഗറെ കൊണ്ടുവന്ന് ഇവിടെ ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി. വ്ളോഗറെ കൊണ്ടുവന്നു, മനസ്സിലായോ? ഒരു സ്ത്രീ ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ട് ടൂറിസം വകുപ്പ് പ്രചരണം നടത്തി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവര് പോയി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവര് ചാര വനിതയാണ് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തു. അപ്പൊ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ആളുകൾ ഭയങ്കരമായി പറഞ്ഞു റിയാസിന് പങ്കിട്ട് ചാര വനിതയായിട്ട് ബന്ധം, മന്ത്രിക്ക് ബന്ധമുണ്ട്, ടൂറിസം വകുപ്പിൽ വന്നു. ഞാനാണ് പറഞ്ഞത്. കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും പറയാത്ത വർത്തമാനം. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് അവരിവിടെ വന്ന് അവര് സ്പൈ ആണെങ്കിൽ അവരെ ഇവിടെ ബ്ലോഗറായി കൊണ്ടുവരും. ആരെങ്കിലും കൊണ്ടുവരും. അതുകൊണ്ട് റിയാസിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല എന്ന നിലപാടെടുത്തത് ഞങ്ങളാ. അന്തസ് വേണം, അന്തസ്. ഇപ്പോ ഞാൻ ഇവിടെ നിൽക്കുമ്പോ എത്ര പേര് എന്റെ കൂടെ ഫോട്ടോ എടുക്കും? ചിലപ്പോ തോളെ കൈയിടും ആളുകൾ, നമുക്ക് പരിചയമില്ലാത്തവർ. നാളെ അയാളെ ഏതെങ്കിലും കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ഞാനും അയാളോട്ട് ഇളിച്ചുകൊണ്ടിരിക്കുന്ന പണം വരും. എന്നിട്ട് തോളെ കൈയിട്ടിരിക്കണോ ഭയങ്കര ബന്ധമുണ്ടെന്ന് പറയും. തോളെ കൈയിട്ട് നമ്മൾ തോളെ കൈയിടുന്നവരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമുള്ളവരാണ്. ഫോട്ടോ എടുക്കാൻ വന്നവരൊക്കെ ഇപ്പോ തോളെ കൈയിടും. അതൊക്കെ പറയുന്നതിന് ഒരു മര്യാദ, അന്തസ്സും വേണം. ആ അന്തസ്സും മര്യാദ CPM-നില്ല.